ഗുഡ് മോർണിംഗ് ഓൾ. സോ നമുക്കിനി സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ അതുപോലെ തന്നെ രണ്ട് പാർട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് ഫ്രിക്ഷൻ ആൻഡ് സെക്കൻഡ് പാർട്ട് വരുന്നത് അതുപോലെ തന്നെ ഫോഴ്സ് അനാലിസിസ്. ഈ കുറച്ച് പാരലൽ ഫോഴ്സുകൾ വിച്ച് ഈസ് ആക്ടിങ് ഓൺ എ ബീം ആൻഡ് മോർ ദാൻ ടു പാരലൽ ഫോഴ്സസ് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഫോഴ്സുകളുടെ അനാലിസിസ്. ഓക്കെ, അതാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത്. ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ട് ഈസ് ഫ്രിക്ഷൻ. നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ഫ്രിക്ഷൻ എന്നൊക്കെ ഉള്ളത്. നിങ്ങൾ ഓൾറെഡി നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഇതിൻ്റെ ഫസ്റ്റ് കുറച്ച് നിങ്ങളുടെ സിലബസിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നിങ്ങൾ ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മുടെ ഫ്രീ ബോഡി ഡയഗ്രംസിൻ്റെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത സെയിം മെത്തേഡ്, നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ചെയ്ത പ്രോബ്ലംസ് എങ്ങനെയാണോ അതിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂളിൽ പ്രോബ്ലം ചെയ്യുന്നത്. പക്ഷേ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നുള്ളൊരു ടൈമും കൂടി അഡീഷണൽ ആയിട്ട് വരും. അത് മാത്രമേ ഉള്ളൂ ആകെ വരുന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ് ഫ്രിക്ഷൻ്റെ പാർട്ടിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഫ്രിക്ഷൻ ഡെഫിനിഷൻ അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയോളൂ. ഫ്രിക്ഷൻ ഈസ് ദ റെസിസ്റ്റൻസ് ടു മോഷൻ ഓഫ് വൺ ഒബ്ജക്റ്റ് മൂവിങ് റിലേറ്റീവ് ടു ദ അതർ. അത് നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ റിലേറ്റീവ് ടു അനദർ ബോഡി മൂവ് ചെയ്യുമ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുക. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഞാൻ തന്നിരിക്കുന്ന ഈ ഫിഗർ എന്ന് നോക്കിയോളൂ. ഇൻ ദിസ് ഫിഗർ ദ വയലറ്റ് ബ്ലോക്ക് ഈസ് റെസ്റ്റിംഗ് ഓവർ എ ഗ്രീൻ ബ്ലോക്ക്. ഒരു ഗ്രീൻ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു വയലറ്റ് ബ്ലോക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇതിനകത്തൊരു പുഷിംഗ് ഫോഴ്സ്, എക്സ്റ്റേണൽ ആയിട്ടൊരു പുഷിംഗ് ഫോഴ്സ് കൊടുക്കുകയാണ്. ലെറ്റ് ദ ഫോഴ്സ് ബി പി എന്നുള്ളൊരു ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇനിഷ്യലി നമ്മൾ 0 എന്നുള്ള ആണ് നമ്മൾ ലോഡ് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആദ്യം 0 വരുന്നു, പിന്നെ നമ്മളൊരു 10 ന്യൂട്ടൺ കൊടുത്തു, പിന്നെ 20 ന്യൂട്ടൺ, 30 ന്യൂട്ടൺ, നമുക്ക് ഗ്രാജുവലി നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അറ്റ് ദ ഇൻസ്റ്റൻറ്റ് വെൻ ദ പുഷിംഗ് ഫോഴ്സ് ഈസ് സ്റ്റാർട്ട്, നമ്മൾ പുഷിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ നോക്കും, ഈ ഒരു ദർ ഈസ് സം ഫ്രിക്ഷൻ ഡെവലപ്ഡ് between these two surfaces. ഈ രണ്ട് സർഫസിന് in between that two surfaces a force is generated. That force is known as the frictional force. That force always opposes the movement of this violet block. ഈ ഒരു വയലറ്റ് ബ്ലോക്കിൻ്റെ മൂവ്മെൻറ്റിൻ്റെ നമുക്ക് അറിയാമല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ the block is tend to move in the right direction. So frictional force is always act in a direction opposite to the മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ടെൻഡൻസി, നമ്മൾ എങ്ങോട്ടാണോ അതിൻ്റെ മൂവ്മെൻറ്റ് ടെൻഡൻസി അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടാവുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ ഈ ഒബ്ജക്റ്റ് മൂവ് ആവണമെന്നില്ല, ഈ വയലറ്റ് ബ്ലോക്ക് മൂവ് ആവണമെന്നില്ല. അതായത് നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ എന്താണ്, സം ഫ്രിക്ഷൻ ഈസ് ഡെവലപ്ഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടു സർഫസ്. സോ ഇനീഷ്യലി ദ എക്സ്റ്റേണൽ ഫോഴ്സ് പി ഷുഡ് ബി ഈക്വൽ ടു ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദീസ് ടു സർഫസ്. സോ എന്താണ്, ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആകുമ്പോൾ ദീസ് ടു ക്യാൻസൽ ഈച്ച് അതർ ആൻഡ് ദ നെറ്റ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 0. ദെയർഫോർ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ ദ സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ്. സോ എന്താണ്, അപ്പോൾ സിസ്റ്റം എന്താണ്, ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുമെങ്കിൽ കൂടി തന്നെ ഇത് ബാലൻസ് ചെയ്യണ കാരണം, ഈ എക്സ്റ്റേണൽ ഫോഴ്സിനെ ഫ്രിക്ഷണൽ ഫോഴ്സ് ബാലൻസ് ചെയ്യണ കാരണം ദർ ഈസ് നോ മൂവ്മെൻറ്റ് ടു ദാറ്റ് ബോഡി, ഓർ വി ക്യാൻ സേ ദാറ്റ് ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഓക്കെ, ദ ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്പോഴും അവിടെ ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടു സർഫസ് ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ദ അപ്ലൈഡ് ലോഡ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ലോഡ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഗ്രേറ്റർ ആണെങ്കിൽ എന്താണ്, ദെൻ ദ ബോഡി ഈസ് ബിഗിൻ ടു മൂവ് ഇൻ ദ റൈറ്റ് വേ ഡയറക്ഷൻ. എഗെയിൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ആക്ടിങ് ഫോർ ദ ഒപ്പോസിങ്, അതിൻ്റെ മൂവ്മെൻറ്റ് ഒപ്പോസ് ചെയ്യാൻ, ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ കൂടി അതിൻ്റെ മൂവ്മെൻറ്റിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഈ പുഷിംഗ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഈ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കും, ബോഡി ഈസ് ഇൻ മോഷൻ. ഓക്കെ, അതാണ് നമുക്ക് ഫ്രിക്ഷൻ്റെ രണ്ട് കേസ് വരുന്നത്. അതായത് നമുക്ക് ഫ്രിക്ഷനിൽ തന്നെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ഡൈനാമിക് ഫ്രിക്ഷൻ. അത് നിങ്ങൾക്കറിയാലോ, അതിൻ്റെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഈസ് എ ഫ്രിക്ഷൻ ഡെവലപ്ഡ് between two surfaces when the body is at rest. ബോഡി റെസ്റ്റിലായിരിക്കുമ്പോൾ
രണ്ട് സർഫസ് അവരുടെ ബോഡികളുടെ സർഫസ് തമ്മിൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുക. അതുപോലെ തന്നെ ഡൈനാമിക് ഫ്രിക്ഷൻ ആണെങ്കിൽ ദ ഫ്രിക്ഷൻ ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ടു സർഫസസ് വെൻ ദ ബോഡി ഈസ് ഇൻ മോഷൻ. രണ്ട് ബോഡി മൂവ്മെൻ്റ് ആണെങ്കിൽ ആ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് നമ്മളെന്ത് പറയുക, ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുക. ഡൈനാമിക് ഫ്രിക്ഷനിൽ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്ലൈഡിങ് ഫ്രിക്ഷൻ, മറ്റൊന്ന് റോളിംഗ് ഫ്രിക്ഷൻ. അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഫ്രിക്ഷൻ ഇൻ ദ ഇറ്റ്സ് ഡൈനാമിക് ഫ്രിക്ഷൻ ഡെവലപ്ഡ് ബിറ്റ്വീൻ ടു സർഫസസ് when the body is slides over the other. Okay, second one is the rolling friction when the body rolls over the other. ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുമ്പോഴുള്ള ഒരു ഫ്രിക്ഷൻ അതിന് നമ്മൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറയും. മറ്റൊന്ന് റോൾ ചെയ്ത് മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ അതിന് നമ്മൾ എന്ത് പറയും, അതിന് നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ഇതാണ് ഫ്രിക്ഷൻ്റെ നമുക്ക് വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷൻ. ഇനി നമുക്ക് അടുത്തത് വരുന്നത് കുറച്ച് ഡെഫിനേഷൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് ഫ്രിക്ഷനിൽ വരുന്ന ഡെഫിനേഷൻ. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, നമുക്കൊന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ its definition is it is the maximum value of force of friction which comes into play when the body just begins to move over the surface of the other. ഓക്കെ, അതായത് നിങ്ങൾ ഈ ടേം ഒന്ന് കറക്റ്റായിട്ട് ഓർത്തിട്ടാൽ മതി. ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ജസ്റ്റ് വെൻ ദ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് ഓവർ ദ സർഫസ് ഓഫ് ദ അതർ. ഞാൻ ഫസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് നമ്മൾ എക്സ്റ്റേണലായിട്ട് നമ്മളൊരു ബോഡിക്ക് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ബോഡി മൂവ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിന് പി എന്നുള്ള ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, എക്സ്റ്റേണലായിട്ട് പി എന്നൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ ബോഡി മൂവ് ചെയ്യണമെന്നില്ല. വെൻ ദ പി ഈസ് ഈക്വൽ ടു എഫ്, ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും ഇൻ ബിറ്റ്വീൻ ദീസ് ടു സർഫസ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഡെവലപ്ഡ്. വെൻ പി ഈസ് ഈക്വൽ ടു എഫ് ദർ ഈസ് the two forces cancel each other. So the net force acting on the body is 0 and the body is in equilibrium. ഓക്കെ, നമ്മൾ എക്സ്റ്റേണൽ ഈ പിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. പിയുടെ വാല്യൂ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക. അറ്റ് പർട്ടിക്കുലർ ഒരു ലിമിറ്റ് എത്തുമ്പോൾ ഇതെന്ത് നമ്മൾ പി കൂട്ടുന്നതനുസരിച്ച് തന്നെ കറസ്പോണ്ടിങ്ങിലി ദ എഫ് ഈസ് ഓൾസോ ഇൻക്രീസിങ്, അല്ല പ്രൊപ്പോർഷനായിട്ട് എഫും കൂടും. ഓക്കെ, അടുത്ത ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തുമ്പോൾ വെൻ ദ എഫ് റീച്ചസ് ദ മാക്സിമം വാല്യൂ, എഫിന് അതിൻ്റെ മാക്സിമം വാല്യൂ എത്തും, ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു മാക്സിമം വാല്യൂ എത്തും. ദാറ്റ് മാക്സിമം വാല്യൂ ഈസ് നോൺ ആസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ടു സർഫസസ്. അത് മാക്സിമം വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോഡി മൂവ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുമ്പ്, ജസ്റ്റ് മുമ്പ് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെയാണ് ആ ഒരു വാല്യൂ ആണ് അതിൻ്റെ മാക്സിമം വാല്യൂ ഇട്ട് വരിക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് റീച്ചസ് ദ മാക്സിമം വാല്യൂ ഇഫ് ഈ അഗൈൻ ഇൻക്രീസ് ദ ലോഡ് പി, അപ്പോൾ എന്തായിരിക്കും പി ഗ്രേറ്റർ ദാൻ എഫ് ഓ, P greater than F, then the body is just begins to move over this. Okay, അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് ഓവർ ദ സർഫസ് ഓഫ് ദ അതർ. മൂവ് ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുമ്പ് ബിറ്റ്വീൻ ദ സർഫസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ടേം മ്യൂ എന്നുള്ളൊരു ടേം വെച്ചിട്ടാണ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഫ്രിക്ഷണൽ ഫോഴ്സ് ടു ദ നോർമൽ റിയാക്ഷൻ. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷനും ഒക്കെ അറിയാമല്ലോ. ഇപ്പോൾ നമുക്കൊരു ഒരു ബോഡി ഉണ്ട്, ഒരു ബോഡി ഒരു സർഫസിൽ ഇരിക്കുകയാണെങ്കിൽ the surface in എപ്പോഴും ഈ ബോഡിയിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും which is always normal to the surface. That force is known as the normal reaction. So coefficient of friction is the ratio between the frictional force to the normal reaction. ആ ഫ്രിക്ഷണൽ ഫോഴ്സും ഇപ്പോൾ ബോഡി നമ്മൾ പി എന്നുള്ള ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സ് ടു ദ നോർമൽ റിയാക്ഷൻ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുക. സോ coefficient of friction is the ratio between the frictional force to the normal reaction. അതിനാണ് നമ്മളെന്ത് പറയുക, coefficient of friction എന്ന് പറയുക. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലെറ്റർ മ്യൂ എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ടാൻ ഫൈ എന്നും പറയാം. ടാൻ ഫൈ എങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അടുത്ത ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വേർ ഫൈ ഈസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് വരുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയുള്ളൂ. ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ റിസൾട്ടൻറ്റ് ഓഫ് ദ നോർമൽ റിയാക്ഷൻ ആൻഡ് ദ ലിമിറ്റിംഗ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ with the normal reaction.
ഓക്കെ, എന്താണ്, അതായത് നമുക്കിപ്പോൾ ഈ ഒരു സിസ്റ്റം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് വിച്ച് ഈസ് ഓപ്പോസിറ്റ് വിത്ത് അപ്ലൈഡ് ഫോഴ്സ്, അല്ലെങ്കിൽ ബോഡി മൂവ് ചെയ്യുന്ന അങ്ങോട്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും ഇത് ആക്ട് ചെയ്യുക. ഇഫ് ദർ ഇസ് സം നോർമൽ റിയാക്ഷൻ, ഇത് രണ്ടും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്തോളൂ. ഈ രണ്ട് ഫോഴ്സ് കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് എഫ് ഹിയർ ആൻഡ് ദർ ഈസ് a normal reaction here, F and normal reaction here. So the resultant of these two forces, നമുക്ക് ട്രയാങ്കിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റിസൾട്ടൻറ്റ്. ഇവിടെ നമ്മൾ എസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ദ നോർമൽ റിയാക്ഷൻ വിത്ത് ദ നോർമൽ ഉണ്ടാക്കുന്നത്, വിത്ത് ആ റിസൾട്ടൻറ്റ് വിത്ത് ദ നോർമലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുക, വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ഫൈ. ഫൈ എന്നുള്ള ടേം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഓർത്തിരിക്കുള്ളൂ, ഇറ്റ് ഈസ് ദ റിസൾട്ടൻറ്റ് ഓഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ആൻഡ് ദ നോർമൽ റിയാക്ഷൻ വിത്ത് ദ നോർമൽ റിയാക്ഷൻ. അതിൻ്റെ റിസൾട്ടൻറ്റ് ആറിൻ്റെ എഫിൻ്റെ റിസൾട്ടൻറ്റ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എസ് ഹിയർ വിത്ത് ദ നോർമൽ റിയാക്ഷൻ. ആറായിട്ട് ഉണ്ടാക്കുന്ന ഈ നോർമൽ റിയാക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിലാണ് നമ്മൾ എന്ത് പറയുക, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ നമ്മൾ ടാൻ ഫൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ വരിക, ടാൻ ഫൈ എടുത്താൽ നമുക്ക് എന്ത് വരും, ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എഫ് ബൈ ആർ എന്ന് വരും. സോ വാട്ട് ഈസ് എഫ് ബൈ ആർ? എഫ് ബൈ ആർ ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞപ്പോൾ ഇത് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ടാൻ ഫൈ എന്ന് നമുക്ക് എഴുതാമെന്ന് പറഞ്ഞത്. ഇതാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഡെഫിനിഷൻസ്. ഈ 3 ഡെഫിനിഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ലോസ് ഓഫ് ഫ്രിക്ഷനാണ്. ലോസ് ഓഫ് സ്റ്റാറ്റിക്കും നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അത് ലോസ് ഓഫ് ഫ്രിക്ഷൻ ചിലപ്പോൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് വായിക്കാം, ചിലപ്പോൾ ലോസ് ഓഫ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് വായിക്കാം. ഓക്കെ, ഡൈനാമിക് അങ്ങനെയാണ് ചോദിക്കാറ്, നോർമലി ചോദിക്കാറതാണ്. അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ എഴുതിയാൽ മതി. നിങ്ങൾ ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്, 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴികെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് പറയാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ act in opposite direction in which the surface is having the tendency to move. അത് ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബോഡി ഉണ്ട്, ബോഡി വിച്ച് ഈസ് റെസ്റ്റിംഗ് ഓൺ എ സർഫസ്. നമുക്ക് ഇവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പി എന്നുള്ളൊരു ലോഡ് കൊടുക്കുകയാണ്. വെൻ ദ ബോഡി ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഇൻ ദ റൈറ്റ് വേ ഡയറക്ഷൻ. സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ആക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. എങ്ങനെയാണ് ബോഡി ടെൻസ് ടു മൂവ്, അല്ലെങ്കിൽ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്താക്ട് ചെയ്യുക, ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് ആസ് ലോങ് ആസ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അത് നമുക്കറിയാലോ, അതായത് ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബോഡി മൂവ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ലോഡ് നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഫോഴ്സ് ചിലപ്പോൾ അപ്പോൾ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും. അറ്റ് ദ ബിഗിനിങ് മേ ബി ദ അപ്ലൈഡ് ലോഡ് ഈസ് മേ ബി ഈക്വൽ ടു ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ ഒരു കേസ് ആണെങ്കിൽ എന്തായിരിക്കും, രണ്ട് ബാലൻസ് ആവും. ദെൻ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ്, അതായത് ബോഡി റെസ്റ്റിലാണെങ്കിൽ, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നുണ്ട് എന്നിട്ടും ബോഡി റെസ്റ്റിലാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ അപ്ലൈഡ് ലോഡ് ഈസ് ഈക്വൽ ടു ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അങ്ങനെ ആ ഒരു കേസിലാണ് എന്തെന്ന ബോഡി റെസ്റ്റിലിരിക്കുന്നത്. ഇനി അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് വെൻ ദ ബോഡി ഈസ് അറ്റ് ദ പോയിന്റ് ഓഫ് മോഷൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് മാക്സിമം ആൻഡ് ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിനാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേ ഉള്ളൂ. വാട്ട് ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മാക്സിമം വാല്യൂ ഓഫ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ ടു സർഫസസ് വെൻ ദ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു മൂവ് ഓവർ ദ അതർ. അതിനാണ് നമ്മൾ എന്ത് പറയുക, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുക. അതായത് വെൻ ദ ബോഡി ഈസ് അറ്റ് ദ പോയിന്റ് ഓഫ് മോഷൻ, അതായത് ബോഡി ജസ്റ്റ് ആ പോയിന്റ് ഓഫ് മോഷനിൽ എത്തുമ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് അതായിരിക്കും മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതാണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ദ ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബിയേഴ്സ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദ നോർമൽ റിയാക്ഷൻ. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സും നോർമൽ റിയാക്ഷൻ തമ്മിൽ എപ്പോഴും ഒരു റിലേഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്ത് പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുക. അതായത് ലിമിറ്റ് ഫ്രിക്ഷൻ ബിയേഴ്സ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ എഫ് ബൈ ആർ ഈസ് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് മ്യൂ, ദാറ്റ് ഈസ് നോൺ ആസ് എ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇത് തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ടാവും. അത് എന്തായിരിക്കും, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് രണ്ട് ബോഡി ഉണ്ടെങ്കിൽ അവിടെ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടു ബോഡീസ് എ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ദെയർ. ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. എപ്പോഴും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഷേപ്പ് ആൻഡ് ഏരിയസ് ഓഫ് ദ സർഫസ് ഇൻ കോൺടാക്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എഫ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ.
സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ഓൾവേസ് ഡിപ്പെൻഡ് അപ്പോൺ ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആൻഡ് ദ നോർമൽ റിയാക്ഷൻ. ഇതിനാണ് ആകെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയുന്നത് അതിൻ്റെ ഷേപ്പ് എന്തായിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്ട് എത്ര കൂടുതലായിക്കോട്ടെ അത് നമ്മൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതാണ് ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ്, ലോസ് ഓഫ് ഫ്രിക്ഷനുള്ള ഫിഫ്ത്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് the ratio between the limiting friction and the normal reaction is slightly less when the two surfaces are in motion. അതായത് ഡൈനാമിക് ഫ്രിക്ഷൻ്റെ കേസ് വരുമ്പോൾ ദ റേഷ്യോ ബിറ്റ്വീൻ എഫ് ബൈ ആർ, അത് നിങ്ങൾക്കറിയാലോ, നമ്മൾ ഡൈനാമിക് ഫ്രിക്ഷനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് സം ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫ്രിക്ഷൻ. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറച്ച് വരും. പിന്നെ എന്ന് വെച്ചാൽ ഡൈനാമിക് ഫോഴ്സിലേക്ക് എത്തുമ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് റേഷ്യോ ബിറ്റ്വീൻ ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എഫ് ബൈ ആർ എന്നുള്ള വാല്യൂ കുറച്ച് കുറവ് വരും ഡൈനാമിക് ഫ്രിക്ഷനിൽ എത്തുമ്പോൾ. വെൻ ദ ബോഡി ഈസ് ഇൻ മോഷണൽ ആകുമ്പോൾ ആ വാല്യൂ, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ കുറച്ച് കുറവായിരിക്കും. അതാണ് സിക്സ്ത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി ഈ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് the force of friction is independent of velocity. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. the frictional force is always depend upon the mu and r. It does not depend upon the velocity of sliding. velocity മൂവ് ചെയ്യുന്ന വെലോസിറ്റിനെ ഒരിക്കലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ റഫ്നെസ് ഓഫ് ദ സർഫസ്. അത് നിങ്ങൾക്ക് അറിയാലോ, റഫ്നെസ്, അത് ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും അതിൻ്റെ നമ്മുടെ സർഫസിൻ്റെ റഫ്നെസ്സിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കൂടുതൽ റഫ് ആണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും, സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്മൂത്ത് സർഫസിൽ ഓയിലുള്ളതും ഓയിലില്ലാത്ത ഓയിൽ വിത്ത് ഓയിലി സർഫസും ഓയിലില്ലാത്ത സർഫസിലൊക്കെ കൂടി നമ്മൾ നടക്കുമ്പോഴുള്ള ഡിഫറൻസ്. ഓയിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തെന്നി വീഴാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഫ്രിക്ഷൻ ഈസ് വെരി വെരി ലെസ്. ഓക്കെ, ഓയിലില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇതായിട്ട് നടക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ട്, കുറച്ച് ഫ്രിക്ഷൻ ഉള്ളതാണ് നമുക്ക് ഈസിലി നടക്കാം. സോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഓൾസോ ദ റഫ്നെസ് ഓഫ് ദ സർഫസ്. ഓക്കെ, അതാണ് ലോസ് ഓഫ് ഫ്രിക്ഷനിൽ പറയുന്നത്. ഇപ്പം നിങ്ങൾക്കത് ഈ ഫ്രിക്ഷൻ സിമ്പിളാണ്. അത് ആ ലോസ് ഓഫ് ഫ്രിക്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നമുക്ക് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രോബ്ലംസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ ഫ്രിക്ഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷൻസും ലോസ് ഓഫ് ഫ്രിക്ഷൻ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം, അത് യൂണിവേഴ്സിറ്റി എക്സാമിന് നോർമലി ചോദിക്കാറില്ല. നമുക്ക് ആ ബേസിക് പ്രോബ്ലത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ചുകൂടി ടേംസ് നമുക്ക് ഡിഫൈൻ ചെയ്യാണ്ട് ആ പ്രോബ്ലംസ് പറഞ്ഞിട്ട്, കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് പറഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ടേംസും കൂടി ഡിഫൈൻ ചെയ്യാണ്ട്, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനുള്ള ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നോക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.